ഈ ഒരു 8 ഭക്ഷണം നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ പ്രീമെച്യൂർ ഇജാക്കുലേഷൻ ബന്ധപ്പെടുന്ന സമയത്ത് ടൈം കിട്ടാത്ത അവസ്ഥ പരിഹരിക്കാൻ പറ്റുന്നുണ്ട്. ഉദാഹരണ പ്രശ്നവും ഉദരിക്കാത്ത അവസ്ഥയും ബന്ധപ്പെടുമ്പോൾ ടൈം കിട്ടാത്ത അവസ്ഥയൊക്കെ ഒരുപോലത്തെ കണ്ടീഷൻ തന്നെയാണ്. ആരോഗ്യ പ്രശ്നത്തിന് ബേസിക്കായിട്ട് തകരാറ് വരുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുന്നത്. നമ്മൾ ക്ലിനിക്കിൽ വന്നിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ ഈ 8 ഭക്ഷണം സജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് കൂടുതലായിട്ടും റിസൾട്ട് കണ്ടിട്ടുള്ളത്. പ്രഗ്നൻസി ഒന്നും ആവാതെ വരുന്ന പേഷ്യൻസ് പിന്നീട് പ്രഗ്നൻ്റ് ആയി, ഈ ഒരു ഡയറ്റിന് ശേഷം പ്രഗ്നൻ്റ് ആയി എന്ന് പറഞ്ഞ് നമുക്ക് കോളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡയറ്റാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ആമിന, QNB ഹെൽത്ത് കെയറിലെ മെഡിക്കൽ പ്രൊഫസറാണ്. പ്രീമെച്യൂർ ഇജാക്കുലേഷൻ ബന്ധപ്പെടുമ്പോൾ കൂടുതൽ സമയം നിൽക്കാത്ത അവസ്ഥ, ഇതൊക്കെ നമുക്കെപ്പോഴും ഈ ഉദാഹരണത്തിൻ്റെ പ്രശ്നമായിട്ട് ലിങ്ക് ചെയ്ത് തന്നെയാണ് വരുന്നത്. ബേസിക് ആയിട്ടുള്ള ആരോഗ്യത്തിൻ്റെ പ്രശ്നം, അതും ജീവിതശൈലി റിലേറ്റഡ് ആയിട്ട് വരുന്നത് തന്നെയാണ് ഇതിനും കാര്യം എന്ന് പറയുന്നത്. അമിതമായിട്ടുള്ള ആൽക്കഹോളിൻ്റെ ഉപയോഗം, പുകവലി, റിഫൈൻഡ് ഫുഡിൻ്റെ കൂടുതൽ ഉപയോഗം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നന്നായി കഴിക്കാതിരിക്കുന്നത്, നല്ല നല്ല എക്സസൈസ് വ്യായാമങ്ങളൊന്നുമില്ലാതെ ഇരിക്കുന്നത്, മാനസികമായിട്ടുള്ള പിരിമുറുക്കം, ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ഡിസീസിനും ഈ ഒരു കണ്ടീഷനും അടിസ്ഥാനമായിട്ട് കാരണമാവുന്നത്. ഡയബറ്റീസ്, കൊളസ്ട്രോൾ, ഹാർട്ട് ഡിസീസ് ഒക്കെ ഫേസ് ചെയ്യുന്നവർ അതിനെ പരിഹരിച്ച് വേണം ഇത്തരം പ്രശ്നങ്ങൾക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് തുടങ്ങാനുള്ളത്. കാര്യം അത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മാനസികമായും ശാരീരികമായും ആരോഗ്യമായിട്ട് ഇരിക്കുന്ന ഒരു ബോഡിക്ക് മാത്രമേ ഹെൽത്തി ആയിട്ടുള്ള ലൈംഗിക ബന്ധം കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിനായിട്ട് കൃത്യമായിട്ടുള്ള ഡയറ്റും എക്സസൈസും കൃത്യമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്ത് നമ്മൾ കൊടുക്കാറുണ്ട്, ചെയ്യിപ്പിക്കാറുമുണ്ട്. അതിൽ നല്ല മാറ്റങ്ങൾ കണ്ടുവരാറുമുണ്ട്. ഭക്ഷണം എപ്പോഴും ന്യൂട്രീഷ്യസ് ആണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഒരുപാട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി, അതിനകത്ത് ന്യൂട്രീഷൻസ് ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. എപ്പോഴും ഞാൻ പറയും, പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെ കുബൂസ് അല്ലെങ്കിൽ ചോറ് മാത്രം കഴിക്കുക, അതിനൂടെ ഒരു മോര് കറി അങ്ങനെ വളരെ ഈസി ഉണ്ടാക്കി കഴിക്കുമ്പോൾ അവർക്ക് സംഭവിക്കുന്നത് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് വരികയും എല്ലാ ഭാഗത്തെയും ആരോഗ്യം ക്ഷയിക്കുകയും അതിൽ പ്രകടമായി കാണുന്നത് എപ്പോഴും ഇത്തരം കാര്യങ്ങൾ തന്നെയാണ്. ഫങ്ഷൻസ് നമ്മൾ അറിയുന്നത്, നമുക്ക് അറിയാൻ പറ്റുന്നത് ഇതിലൊക്കെ തന്നെയാണ്. അല്ലാതെ ബാക്കിയുള്ള ആരോഗ്യത്തിനും പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ ആരോഗ്യം തകരാറിലായി തുടങ്ങി എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ട് അതിനെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് അത് പരിഹരിച്ചാലേ മതിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പരിഹരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു ഡോക്ടറുടെ സഹായത്തോടെ എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതശൈലി അനുസരിച്ച് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്, എന്തൊക്കെ കഴിക്കണം, എപ്പോൾ കഴിക്കണം എന്ന് ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് അത് ക്രമീകരിച്ച് കിട്ടാവുന്നതേ ഉള്ളൂ. കൃത്യമായിട്ടുള്ള ഗൈഡൻസും നിങ്ങൾക്ക് ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കാതെ ഡോക്ടേഴ്സിനെ കോൺടാക്റ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള നിങ്ങൾക്കുള്ള ഒരു ഫോളോ അപ്പ് മേടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മളെപ്പോഴും റെഫർ ചെയ്ത് കൊടുക്കാറുള്ള കുറച്ച് ഫുഡിനെ കുറിച്ചാണ് ഞാനിനി പറയുന്നത്. അതിൽ മെയിനായിട്ട് ഓട്സിനകത്ത് L-ആർജിനിനുണ്ട്. അത് എപ്പോഴും ബോഡി ഫങ്ഷൻ നല്ല രീതിയിൽ വെക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അവക്കാഡോസിൽ നല്ല ഫാറ്റ് ഉണ്ട്, അപ്പോൾ അത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. ചീത്ത കൊളസ്ട്രോളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ, ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവക്കാഡോസ് ഇത്തരം ആളുകൾക്ക് വളരെ നല്ലതാണ്. അവക്കാഡോസും ഓട്സും ബ്ലെൻഡ് ചെയ്ത് നിങ്ങൾക്ക് കേക്ക് പോലെ അല്ലെങ്കിൽ ദോശ പോലെയൊക്കെ ആക്കിയെടുക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത്. അതുപോലെ ബനാനാസ് വളരെ നല്ലതാണ്, പൊട്ടാഷ്യം റിച്ച് ആണ്. ഒരുപാട് മിനറൽസും വൈറ്റമിൻസും ഉള്ളതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് ബനാനാസ് എടുക്കുന്നത് വളരെ നല്ലതാണ്. അതും നിങ്ങൾക്ക് ഓട്സിൽ മിക്സ് ചെയ്തോ ഓട്സിൽ ആഡ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്മൂത്തീസ് ആക്കിയിട്ടോ ഒക്കെ ഇതെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്ത് കഴിക്കാവുന്നതാണ്. എഗ്ഗ് എന്നും എടുക്കുന്നത് നല്ലതാണ്. മുട്ടയിൽ ഒരുപാട് മിനറൽസും വൈറ്റമിൻസും ഉള്ളതാണ്. ഒരു മുട്ടയൊക്കെ ദിവസവും ഇത്തരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവർ എടുക്കുന്നത് നല്ലതാണ്. നട്ട്സ്, സീഡ്സും ഒക്കെ ഒരുപാട് സിങ്ക്, മിനറൽസ്, വൈറ്റമിൻസ് റിച്ച് ആയതുകൊണ്ട് തന്നെ ബോഡിക്ക് കൂടുതൽ ഊർജം കൊടുക്കാനും അതുപോലെ തന്നെ ബോഡിയുടെ രക്തക്കുഴലുകൾക്കൊക്കെ നല്ല ആരോഗ്യം കൊടുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നട്ട്സും സീഡ്സും ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടുള്ള അത്തിപ്പഴവും ഡേറ്റ്സും എവറിഡേ എടുക്കുന്നത് നല്ലതാണ്. ഈ രണ്ട് കണ്ടൻറ്റും കൂടി മിക്സ് ചെയ്ത് നിങ്ങൾക്ക് നട്ട്സും സീഡ്സും
ഈ ഒരു അത്തിപ്പഴവും ഡേറ്റ്സും ഒക്കെ മിക്സ് ചെയ്ത് ബ്ലെൻഡറിൽ ബ്ലെൻഡ് ചെയ്ത് ചെറുതായിട്ട് നല്ല ശുദ്ധമായിട്ടുള്ള വെണ്ണയും ഗീയും അപ്ലൈ ചെയ്തതിന് ശേഷം ബോൾസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ എവറി ഡേ ഒന്നൊന്ന് കഴിക്കാം. ഇതിനെ നാച്ചുറൽ വയാഗ്ര എന്ന് തന്നെയാണ് പറയുന്നത്. ലൈംഗികാരോഗ്യം നാച്ചുറലായി നിലനിർത്താനായിട്ട് ഈ ബോൾസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇത് കഴിക്കുമ്പോൾ ഡയബറ്റീസ് ഉള്ളവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വേറെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി തന്നെ ആയിരിക്കണം എടുക്കേണ്ടത്. അത് പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. നൈട്രിക് ഓക്സൈഡ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ബീറ്റ്റൂട്ട്, വാട്ടർമെലൺ, ഗ്രേപ്സ് ഇതൊക്കെ എടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഫ്ലേവനോയിഡ്സും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ കൂടുതലായിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ചീര, അതുപോലെ ബെറീസ് ഒക്കെ കഴിക്കുന്നത് ഇത്തരക്കാർക്ക് നല്ലതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഫുഡൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബന്ധപ്പെടുമ്പോൾ കൂടുതൽ സമയം കിട്ടാത്ത അവസ്ഥ, പ്രീമച്വർ ഇജാക്കുലേഷൻ ഒക്കെ നിങ്ങൾക്ക് പരിഹരിച്ച് കിട്ടും. ഇത് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുന്ന ദമ്പതികൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. കുട്ടികൾ ഉണ്ടാവുന്നില്ല, അവർക്ക് ദാമ്പത്തിക ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഗുണം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗം ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇതിലെന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനി ഒരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.